അടുത്ത ടോപ്പിക്കാണ് ബയോപൈറസി. സോ ബയോപൈറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബയോളജിക്കലായിട്ട് ഇൻവെൻറ്റ് ചെയ്യുന്ന ആ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ അവർ പേറ്റൻ്റ് എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അവരുടെ അനുവാദമില്ലാതെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിനെയാണ് ബയോപൈറസി എന്ന് പറയുക. സോ ബയോപൈറസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ വരുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ബയോ റിസോഴ്സസ്, ബയോളജിക്കൽ റിസോഴ്സസിൻ്റെ ഉപയോഗം ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻ. മൾട്ടിനാഷണൽ കമ്പനീസും അതുപോലെ മറ്റു ഓർഗനൈസേഷനും ഈ ബയോ റിസോഴ്സിനെ ഉപയോഗിക്കുക വിത്തൗട്ട് പ്രോപ്പർ ഓത്തറൈസേഷൻ ഫ്രം കൺട്രീസ് ആൻഡ് പീപ്പിൾ. പ്രോപ്പറായിട്ട് അവരുടെ ഓത്തറൈസേഷൻ ഇല്ലാതെ, അനുവാദമില്ലാതെ മറ്റ് രാജ്യക്കാരുടെയോ മറ്റു വ്യക്തികളുടെയോ സമ്മതമോ ഇല്ലാണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിന് പ്രോപ്പറായിട്ടൊരു കോമ്പൻസേറ്ററി പേയ്മെൻറ്റോ കൊടുക്കാതെ ആ ബയോ റിസോഴ്സ് ഉപയോഗിക്കുന്നതിനെയാണ് ബയോപൈറസി എന്ന് പറയുക. സോ ബയോപൈറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫർ ടു ദ യൂസ് ഓഫ് ബയോ റിസോഴ്സസ്, ബയോ റിസോഴ്സിൻ്റെ നാച്ചുറലായുള്ള ബയോ റിസോഴ്സിൻ്റെ ഉപയോഗങ്ങൾ ബൈ ആരാണ് ഉപയോഗിക്കുന്നത്? മൾട്ടിനാഷണൽ കമ്പനീസോ അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷൻസോ ഉപയോഗിക്കുക. എങ്ങനെ ഉപയോഗിക്കുന്നു? വിത്തൗട്ട് പ്രോപ്പർ ഓത്തറൈസേഷൻ, പ്രോപ്പറായിട്ടുള്ള ഓത്തറൈസേഷൻ, സമ്മതം കിട്ടാതെ. ആരിൽ നിന്ന്? ഫ്രം കൺട്രീസ് ആൻഡ് പീപ്പിൾ, ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരുടെയോ സമ്മതമില്ലാതെ അവരുടെ ബയോ റിസോഴ്സസ് മൾട്ടിനാഷണൽ കമ്പനീസോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ഉപയോഗിക്കുക. അതുമാത്രമല്ല വിത്തൗട്ട് കോമ്പൻസേറ്ററി പേയ്മെൻറ്റ്. ഇൻ കേസ് ഇത് ഉപയോഗിക്കണമെങ്കിൽ അവർക്കൊരു കോമ്പൻസേറ്ററി പേയ്മെൻറ്റ് കൊടുക്കണം. സോ കോമ്പൻസേറ്ററി പേയ്മെൻറ്റ് ഇല്ലാതെ മറ്റു രാജ്യക്കാരുടെയോ അല്ലെങ്കിൽ മറ്റു ആളുകളുടെയോ അവരുടെ ഇൻവെൻഷൻസിലൂടെ വന്ന ബയോ റിസോഴ്സിനെ സമ്മതമില്ലാതെ ഉപയോഗിക്കുന്നതിനെയാണ് ബയോപൈറസി എന്ന് പറയുക. സോ നമുക്ക് ഒരുവിധം എല്ലാ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷനും സോ അതെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫിനാൻഷ്യലി അവർ റിച്ച് ആയിരിക്കും. സോ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള നേഷൻസ് മുഴുവൻ ഈ വാണിജ്യവൽക്കരണം നടന്ന ആ രാജ്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെ ഡെവലപ്ഡ് കൺട്രീസൊക്കെ റിച്ച് ഇൻ ഫിനാൻസ്. സോ ഫിനാൻഷ്യലി അവർ വളരെ റിച്ച് ആയിരിക്കും. ബട്ട് അവർക്ക് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ട്രഡീഷണൽ നോളജിൻ്റെ കേസിൽ അവർ വളരെ പുവർ ആയിരിക്കും. സോ മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസും എന്താണ്? മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസും ഫിനാൻഷ്യലി റിച്ച് ആയിരിക്കും. എന്നാൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ട്രഡീഷണൽ നോളജിൻ്റെ കാര്യത്തിൽ അവർ വളരെ പുവർ ആയിരിക്കും. അതേസമയം നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസും ഈ ലോകത്തുള്ളത് അവർക്ക് ബയോഡൈവേഴ്സിറ്റി ഒരുപാട് കൂടുതലായിരിക്കും. എന്നാൽ അവർക്ക് ഫിനാൻഷ്യലി റിച്ച്നെസ് കുറവായിരിക്കും. അതാണ് അവർ അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യലി വീക്കായിരിക്കും, എന്നാലും അവർക്ക് ബയോഡൈവേഴ്സിറ്റി അതുപോലെ ട്രഡീഷണൽ നോളജ് റിലേറ്റഡ് ടു ബയോ റിസോഴ്സിനെ കുറിച്ചുള്ള ട്രഡീഷണൽ നോളജും ബയോഡൈവേഴ്സിറ്റിയും ഇവിടെ കൂടുതലായിരിക്കും ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡിങ് ആയിട്ടുള്ള വേൾഡിലൊക്കെ. ഈ ട്രഡീഷണൽ നോളജ് that is related to bioresource, traditional knowledge related to bioresource നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. സോ ട്രഡീഷണൽ നോളജ് റിലേറ്റഡ് ടു ബയോറിസോഴ്സസ്, ബയോളജിക്കൽ റിസോഴ്സിന് റിലേറ്റഡ് ഉള്ള ട്രഡീഷണൽ നോളജുകൾ. സോ ട്രഡീഷണൽ ഓരോ രാജ്യത്തും അതാത് അവർക്ക് ബയോളജിക്കൽ റിസോഴ്സസ് ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചുള്ള അവർക്ക് പരമ്പരാഗതമായിട്ടുള്ള ഒരു അറിവുണ്ട്. സോ ആ ട്രഡീഷണൽ നോളജ് ഇതിനെ സംബന്ധിച്ച് അവിടെയുള്ള ബയോ റിസോഴ്സസിനെ കുറിച്ച് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, അതിനെ മാക്സിമം ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ടു ഡെവലപ്പ് മോഡേൺ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ ടൈം സേവ് ചെയ്യാനായിട്ട്, യൂസ് ടു സേവ് ടൈം, സമയം ലാഭിക്കാനായിട്ട്, അതുപോലെ എഫേർട്ട് ലാഭിക്കാൻ വേണ്ടിയിട്ട്, എഫേർട്ട് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡ്യൂറിങ് കൊമേഴ്ഷ്യലൈസേഷൻ. സോ വാണിജ്യവൽക്കരണം അഥവാ കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ബയോ റിസോഴ്സസ് അതിനെക്കുറിച്ചുള്ള ട്രഡീഷണൽ നോളജുകളൊക്കെ ഏതൊക്കെ ബയോ റിസോഴ്സസ് ഉണ്ടോ ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ അല്ലെങ്കിൽ കൺട്രിയിലും ആ ബയോ റിസോഴ്സിൻ്റെ ട്രഡീഷണൽ നോളജുകളെയൊക്കെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക, മാക്സിമം
ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? അതുവഴി നമുക്ക് ഒരുപാട് മോഡേൺ ആപ്ലിക്കേഷൻസ് നടപ്പിലാക്കാം. അതുപോലെ നമ്മുടെ സമയം ലാഭിക്കാം, എഫേർട്ട് ലാഭിക്കാം. അതുപോലെ തന്നെ നമുക്ക് എക്സ്പെൻഡിച്ചർ, അതിൻ്റെ ചിലവ് ഡ്യൂറിങ് കൊമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പെൻഡിച്ചർ അതൊക്കെ നമുക്ക് ലാഭിക്കാനായിട്ട്, അതൊക്കെ സേവ് ചെയ്യാനായിട്ട്, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ബയോ റിസോഴ്സസിനെ കുറിച്ചുള്ള ട്രഡീഷണൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഈ രീതിയിലായിട്ട് ഉപയോഗിക്കാം. സോ നമുക്ക് ഈ പറഞ്ഞ റിയലൈസ് ചെയ്ത് തുടങ്ങി, നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കണം ഓരോ കാര്യങ്ങളും നമ്മൾ റിയലൈസിന് ഗ്രോയിങ് റിയലൈസേഷൻ ഓഫ് വാട്ട്, എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓഫ് ഇൻജസ്റ്റിസ്. ഇതുപോലെ ഡെവലപ്ഡ് കൺട്രീസും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസും തമ്മിലുള്ള ആ ഒരു ഇൻഡിസ്ക്രിമിനേഷൻ, അതായത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ ഡെവലപ്ഡ് കൺട്രീസ് യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുക. സോ ആ ഇൻജസ്റ്റിസ്, അതുപോലെ ഇൻഅഡിക്വേറ്റ് കോമ്പൻസേഷൻ പ്രോപ്പറായിട്ട് രീതിയിൽ കൊടുക്കാതിരിക്കുക. ആൻഡ് ബെനിഫിറ്റ് ഷെയറിങ് ബിറ്റ്വീൻ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസും ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസും, ഇൻഡസ്ട്രിയലൈസേഷൻ നടന്ന നേഷൻസും അതില്ലാത്ത നേഷൻസും. സോ ഡെവലപ്പിംഗ് കൺട്രീസും അതുപോലെ ഡെവലപ്ഡ് കൺട്രീസും തമ്മിലുള്ള ആ ഒരു അന്തരം, അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി, റിയലൈസ് ചെയ്യണം. അവർ തമ്മിലുള്ള ഇൻജസ്റ്റിസ്, അതായത് ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലുള്ള ആ ബയോ റിസോഴ്സിനെ ഉപയോഗിക്കുക. റിയലൈസേഷൻ ഓഫ് ഇൻജസ്റ്റിസ്, അവർ തമ്മിൽ ഇൻജസ്റ്റിസ്, അതുപോലെ ഏതെങ്കിലും സാധനങ്ങൾ അവരുടെ ബയോ റിസോഴ്സ് ഉപയോഗിക്കുമ്പോൾ ഇൻഅഡിക്വേറ്റ് പ്രോപ്പറായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കുക. അതുപോലെ ആ ബെനിഫിറ്റ് രണ്ട് കൺട്രീസും, ഈ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിലുള്ള ബെനിഫിറ്റ് ഈക്വലായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ ഇൻഅഡിക്വേറ്റ് കോമ്പൻസേഷനാണ് കൊടുക്കുന്നത്. അതുപോലെ ഇൻജസ്റ്റിസ്, ഇതിനെക്കുറിച്ച് ഒരുപാട് റിയലൈസ് ചെയ്ത് തുടങ്ങി, ഗ്രോയിങ് റിയലൈസേഷൻ തുടങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും. സോ അതറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിനെ മാക്സിമം ഈ കാര്യത്തിലൊക്കെ ഇൻജസ്റ്റിസ് കാണിക്കുക. ബയോ റിസോഴ്സിൻ്റെ കാര്യത്തിൽ അവരുടെ ബയോ റിസോഴ്സ് ഉപയോഗിച്ച് ഇൻജസ്റ്റിസ് കാണിക്കുക, ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുക. കോമ്പൻസേഷനെ കൊടുക്കില്ല, ചിലപ്പോൾ ആ കിട്ടുന്ന ബെനിഫിറ്റ് ഈ പറഞ്ഞ രണ്ട് കൺട്രീസും തമ്മിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ചില നേഷൻസൊക്കെ, ചില രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഒരുപാട് ലോസ് അവർ പുട്ട് ഫോർവേഡ് ചെയ്തു. സോ ലോസ് ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദെയർ ബയോ റിസോഴ്സസ് ആൻഡ് ട്രഡീഷണൽ നോളജ്. സോ ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് ചില നേഷൻസ് ലോകളൊക്കെ അവർക്ക് നിയമങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെൻറ്റ്, എന്ത് തടയാൻ? പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ്, സമ്മതത്തോടെ അല്ലാത്ത എക്സ്പ്ലോയിറ്റേഷൻ, ഉപയോഗിക്കൽ ഓഫ് എന്തിനെ കുറിച്ചുള്ളത്? അവരുടെ സമ്മതമില്ലാതെ, ഈ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ സമ്മതമില്ലാതെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റ്, സമ്മതമില്ലാതെയുള്ള ഉപയോഗിക്കൽ. എന്തിനെക്കുറിച്ച്? അവരുടെ ബയോ റിസോഴ്സസും ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ബയോ റിസോഴ്സസും അവരുടെ ട്രഡീഷണൽ നോളജിനെ കുറിച്ചുള്ള ആ ഒരു ഇതും അതൊക്കെ ഉപയോഗിക്കുന്നത്, ആ ഒരു ഡെവലപ്ഡ് കൺട്രീസ് ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും, സോ ഇന്ത്യൻ പാർലമെൻറ്റ് ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് അമെൻമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ പേറ്റൻറ്റ് ബിൽ. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ട്രഡീഷണൽ നോളജ് വഴിയുള്ള, നമ്മൾ ആ ട്രഡീഷണൽ നോളജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന, ഇൻവെൻറ്റ് ചെയ്യുന്ന ഓരോ ബയോ റിസോഴ്സസും അതിനെ നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമാക്കി മാറ്റാനായിട്ട് അതിനൊരു പേറ്റൻറ്റ് ഇറക്കുന്നതാണ് ഇന്ത്യൻ പേറ്റൻറ്റ് ബിൽ. സോ ഇന്ത്യൻ പാർലമെൻറ്റ് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് അമെൻമെൻറ്റ് പ്രകാരം ഇന്ത്യൻ പേറ്റൻറ്റ് ബിൽ. ഇന്ത്യൻ പേറ്റൻറ്റ് ബില്ലിൽ വരുന്ന കൺസിഡറേഷൻ, എന്തൊക്കെ ഇഷ്യൂസാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ അവിടെ പേറ്റൻറ്റ് ടേംസ് എമർജൻസി പ്രൊവിഷൻ, ഓരോ വട്ടവും നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്ന ആ ബയോ റിസോഴ്സിൻ്റെ പാറ്റൻറ്റിലെ ടേംസ് എമർജൻസി പ്രൊവിഷൻസ്, എത്രയും പെട്ടെന്ന് അതിന് പാറ്റൻറ്റ് അനുവദിക്കാനുള്ള ആ പ്രൊവിഷൻസ്. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റ്, ഇതിൽ വീണ്ടും റിസർച്ചും ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് നടത്താനുള്ള പൂർണ്ണ അധികാരം അവർക്ക് തന്നെ കൊടുക്കുന്നതാണ്. അതാണ് ഈ പറഞ്ഞ ഇന്ത്യൻ പാർലമെൻറ്റിൽ ക്ലിയർ ചെയ്ത സെക്കൻഡ് അമെൻമെൻറ്റ്. അതായിരുന്നു സെക്കൻഡ് അമെൻമെൻറ്റ് ക്ലിയർ ചെയ്തത് ഇന്ത്യൻ പേറ്റൻറ്റ് ബിൽ. ഇന്ത്യൻ പേറ്റൻറ്റ് ബില്ലിലാണ് നമ്മുടെ ഈ പാറ്റൻറ്റ് ടേംസ് എമർജൻസി,
ഓരോ പേറ്റൻറ്റും നമുക്ക് കിട്ടാനുള്ള എമർജൻസി പ്രൊവിഷൻസ്, എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള എമർജൻസി പ്രൊവിഷൻസും അതുപോലെ തന്നെ അതിൽ നടത്താൻ പറ്റുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റ് അവർക്ക് മാത്രമുള്ളതാണ്. സോ ഇത് പ്രകാരം, ഇതുപോലത്തെ പേറ്റൻറ്റ് ബിൽ പ്രകാരം നമ്മുടെ രാജ്യത്തെ ഒരുപാട് കാലപ്പഴക്കമുള്ള പൈതൃകമായ എല്ലാ സമ്പത്തുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ട്രഡീഷണൽ നോളജോടുകൂടി നമ്മൾ അറിയുന്ന പരമ്പരാഗതമായിട്ടുള്ള ബയോ റിസോഴ്സസ്, നമ്മുടെ രാജ്യത്ത് അത്രമാത്രം ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. ആ ബയോഡൈവേഴ്സിറ്റിനെ നമുക്ക് മാക്സിമം ഈ ട്രഡീഷണൽ നോളജ് വെച്ച് ഉപയോഗിച്ച് അതിൽ നിന്ന് ഒരുപാട് ബയോ റിസോഴ്സസ് നമുക്കറിയാം. ആ ബയോ റിസോഴ്സസ് ഒക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ ഇന്ത്യൻ പേറ്റൻറ്റ് ബില്ലുകളൊക്കെ. സോ അതിൽ ഫർദറായിട്ട് ഇനി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുകളെല്ലാം ഇനീഷ്യേറ്റ് ചെയ്യാനുമുള്ള പൂർണ്ണ അധികാരം ഈ പേറ്റൻ്റ് എടുക്കുന്ന ആ രാജ്യത്തിന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ ഓത്തറൈസ് ചെയ്ത അതിന് മാത്രമായിരിക്കും. സോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബയോ പൈറസി ഒരുപാട് ഒഴിവാകും. സോ ബയോ പൈറസി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടതാണ്. സോ അനുവാദമില്ലാതെ ഈ ബയോ റിസോഴ്സസ് മറ്റു രാജ്യത്തിൻ്റെയോ ആളുകളുടെയോ ഇൻവെൻഷൻസിനെ അല്ലെങ്കിൽ ബയോ റിസോഴ്സസിനെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മളതിനെ ബയോ പൈറസി എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ ഇന്ത്യക്കാരും നമ്മളുടെ ഓരോ കണ്ടുപിടുത്തങ്ങളും, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രം പൈതൃകമായിട്ടൊരു സ്വത്തായിട്ട് നിൽക്കാനായിട്ട്, മറ്റാളുകൾ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും അതിൻ്റേതായ കോൺട്രിബ്യൂഷൻ നൽകേണ്ടതായിട്ടുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ നമുക്ക് നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബയോ റിസോഴ്സസും ട്രഡീഷണൽ നോളജുകളെക്കുറിച്ചും നമ്മൾ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കേണ്ടതായിട്ടും ഉണ്ട്.